മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് യൂണിവേഴ്സൽ ഗൈഡൻസ് മെസ്സേജസ് ഫോർ യു എന്നുള്ളതാണ്. നിങ്ങൾക്കായിട്ട് ഈ ഒരു നിമിഷം യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു റൈറ്റ് നൗ. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്കായിട്ടുള്ള എന്തായിരുന്നാലും യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്തൊക്കെയാണ്? ഓക്കെ, ലിവ് യുവർ ബ്ലിസ് എന്നുള്ളതാണ്. ഫസ്റ്റ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്താണോ ആ അനുഗ്രഹങ്ങളെ ഓർത്ത് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങളെ ഓർത്താണ് നിങ്ങളിപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. സോ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കൂ, നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കാനായിട്ട് ശ്രമിക്കൂ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഈ ഒരു ലൈഫിൽ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. സോ നിങ്ങൾ അതിനായിട്ട് നിങ്ങളുടെ ലൈഫ് സ്പെൻഡ് ചെയ്യൂ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ വിതയ്ക്കുന്നതേ കൊയ്യൂ എന്നുള്ള ആ ഒരു ഗോൾഡൻ റൂള് നിങ്ങൾ ഓർക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾ സങ്കടമാണ് വിതയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ സങ്കടം തന്നെയാണ് നിങ്ങൾ നേടുന്നത്. നിങ്ങൾ സന്തോഷമാണ് വിതയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ സന്തോഷം തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അതായത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ സങ്കടങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളോട് ഒരുപാട് ദയയും അതുപോലെ തന്നെ ട്രസ്റ്റും ഒക്കെയുള്ള വ്യക്തികളാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മറ്റു വ്യക്തികളെ ഇൻസ്പയർ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ തന്നെ ഓൾറെഡി അനുഗ്രഹമായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ കാമായിട്ടിരിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ വീക്ക്നെസ് അല്ല. ഓക്കെ, നിങ്ങളെപ്പോഴും സൈലൻ്റ് ആണ്, നിങ്ങൾ സഡനായിട്ട് റിയാക്ട് ചെയ്യുന്നൊരു വ്യക്തിയല്ല. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ഒരു വീക്ക്നെസ്സായിട്ട് ഒരിക്കലും നിങ്ങൾ കാണാതിരിക്കുക. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വാല്യൂ നഷ്ടപ്പെടുന്ന പോലെയുള്ള അവസരങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താനാവുന്നില്ല. എവ്രി വൺ ഹാസ് എ വാല്യൂ എന്നുള്ളതാണ്. എല്ലാ വ്യക്തികൾക്കും ഒരു വാല്യൂ ഉണ്ട്. മനുഷ്യരായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആദ്യം മറ്റുള്ളവരെ വാല്യൂ ചെയ്യാതെ സ്വയം വാല്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഇങ്ങനെ അധപ്പതിക്കരുത്. ഒരു വ്യക്തിയുടെ പിന്നാലെയും ഓവറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനോ ഫോക്കസ് ചെയ്യാനോ പാടില്ല. നിങ്ങളുടെ ലൈഫിലുള്ള പോസിറ്റീവിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി സന്തോഷങ്ങളാണ് ഈ സങ്കടത്തിന് പകരം ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണ്? ഒരു ചെറിയ സങ്കടം ലൈഫിൽ ഉണ്ടായാൽ എപ്പോഴും നമ്മൾ അതിലേക്ക് തന്നെ ഓവറായിട്ട് ഫോക്കസ്ഡ് ആവുകയും ഓവർ തിങ്ക് ചെയ്യുകയും ചെയ്തിട്ട് നമ്മുടെ ലൈഫ് തന്നെ നമ്മൾ സ്പോയിലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു തോട്ടിലേക്ക് പോവാതിരിക്കുക. ഓക്കെ, യെസ്, ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്നുള്ളൊരു മെസ്സേജ് നെക്സ്റ്റ് വരുന്നുണ്ട്. എക്സ്പ്രസ് യുവർ ഫീലിങ്സ് എന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഫീലിങ്സ് എന്താണെന്നുള്ളത് ഒരിക്കൽ പോലും നിങ്ങൾ മറ്റൊരു വ്യക്തിയോട് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളുടെ സങ്കടമായിരുന്നാലും നിങ്ങളുടെ സന്തോഷമായിരുന്നാലും നിങ്ങൾ പരമാവധി അത് നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കാനായിട്ട് ശ്രമിക്കുന്നത്. കൂടുതലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ മറ്റൊരു വ്യക്തിയോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു മാറ്റം കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കുക. കാരണം നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് നെഗറ്റീവ് തോട്ട്സ് കൊണ്ടും അതുപോലെ തന്നെ പാസ്റ്റിലെ കാര്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ടും നിങ്ങളിങ്ങനെ ഒരു സങ്കടം മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട്
എന്താ പറ്റുന്നത്, നിങ്ങളുടെ സോള് അത്രത്തോളം വേദനിക്കുകയാണ്. ആ വേദന ആ സോള് കൂടി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ മനസ്സിലാക്കുക. ഫിസിക്കലി നിങ്ങൾ ഒരുപാട് തളർന്നിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് അസുഖങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഈവൻ നിങ്ങൾ മെഡിക്കേഷൻസ് എടുത്താൽ പോലും അതിന് ഒരു റിക്കവറി ഉണ്ടാവില്ല. അത്രയ്ക്കും നിങ്ങൾ ഒരു അസുഖബാധിതനോ അസുഖബാധിതയോ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫിസിക്കൽ ചേഞ്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ബോഡിയെ ഒന്ന് കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും അസുഖം വന്നാൽ നിങ്ങളത് നെഗ്ലക്റ്റ് ചെയ്ത് പോവാതെ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് റിക്കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ടാലൻസ് ഒക്കെ ഉള്ള വ്യക്തികളാണ്. ഓക്കെ, നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈഗോ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അത്തരം ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടാവുന്നത് അങ്ങ് ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, എപ്പോഴും ഓപ്പൺ മൈൻഡായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഓരോ ദിവസവും നിങ്ങൾക്കായിട്ടുള്ളതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സത്യങ്ങളെ തിരിച്ചറിയുക. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഭൂമിയിൽ ജീവിതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന് വേണ്ടി മാത്രമുള്ളതല്ല നിങ്ങളുടെ ലൈഫ്. നിങ്ങളുടെ ലൈഫിൻ്റെ ഓരോ സ്പാനും ഓരോരോ സമയവും നിങ്ങൾ മറ്റ് ചില കാര്യങ്ങൾക്കായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആ സത്യം മനസ്സിലാക്കുക. ഓരോ മൊമെൻറ്റിനും ഓരോരോ കാരണങ്ങളുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷത്തിനും ഓരോ റീസൺസ് ഉണ്ടെന്നാണ്. ആ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ പിന്നിലേക്ക് ചിന്തിക്കാനായി പോവില്ല. നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. കാരണം ഇപ്പോൾ ഈ നടക്കുന്ന സംഭവം അല്ല, ഇപ്പോൾ ഒരു 20 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 10 ഇയേഴ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്ന യാതൊരു കാര്യങ്ങളും ആയിരിക്കില്ല ലൈഫിൽ നടക്കുന്നത്. ഈ ഒരു റിയാലിറ്റി മാത്രം, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ സങ്കടം മാറിക്കിട്ടും. അതായത് നമ്മൾ എപ്പോഴും സങ്കടത്തിലിരിക്കുമ്പോൾ ചിന്തിക്കാനുള്ളത് ഒരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 10 ഇയേഴ്സ് കഴിഞ്ഞ് ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ എന്തായിരിക്കും. ഒരിക്കലും ഈ ഒരു വിഷമം അന്ന് എനിക്ക് ഉണ്ടാവില്ല. ഉറപ്പായിട്ടും 100% നമുക്ക് പറയാൻ പറ്റും. ഉറപ്പായിട്ടും ഇന്ന് നിങ്ങൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അനുഭവം നിങ്ങൾക്ക് അന്ന് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10 ഇയേഴ്സ് ബാക്ക് നിങ്ങളൊന്ന് ചിന്തിക്കുക. അതിൽ ഏറ്റവും സങ്കടപ്പെട്ടിരുന്ന ഒരു നിമിഷം നിങ്ങൾ ഓർക്കുക. ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ അന്ന് ഓർത്തെടുത്ത സങ്കടം ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ല, നോ എന്നുള്ളതാണ് ആൻസർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു വീഡിയോ കാണുകയും ഫോളോ ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇതൊരു വലിയ മാറ്റം കൊണ്ടുവരാൻ തന്നെയാണ് എനിക്ക് ഫീൽ ആവുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.